ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. കൃഷ്ണാസ് സ്റ്റോറി ടൈമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാമായണം കഥ കേൾക്കാം. കൃഷ്ണാസ് സ്റ്റോറി ടൈമിലൂടെ രാമായണ കഥ കേൾക്കുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ഈ ചാനലിലേക്ക് ആദ്യമായി എത്തിയവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുമെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് വീഡിയോ കേൾക്കുക. അടുത്തു കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്തോൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്തിട്ടാലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കൃത്യമായി ലഭിക്കുകയുള്ളൂ. എല്ലാവർക്കും ശ്രീരാമചന്ദ്ര ഭഗവാന്റെ അനുഗ്രഹാശിസുകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉത്തരകാണ്ഡം എന്ന ഈ ഭാഗത്തിലെ ഇന്നത്തെ ഭാഗത്തിലേക്ക് കടക്കട്ടെ. ഓം ശ്രീരാമചന്ദ്രായ നമഃ. ബലി രാവണ സമാഗമം. ലങ്കയിലേക്ക് മടങ്ങും വഴി രാവണൻ അതിമനോഹരമായ ഒരു ഗൃഹം കണ്ടു. ആ രമ്യഹർമ്മ്യം ആരുടേതാണെന്നറിയുവാൻ രാവണന് താല്പര്യമുണ്ടായി. അതിനായി പ്രഹസ്തനെ അവിടേക്ക് പറഞ്ഞു വിട്ടു. 7 മതിലുകൾ കടന്ന് അകത്തു ചെന്ന പ്രഹസ്തൻ അഗ്നിക്കുള്ളിൽ ശോഭിച്ചു കൊണ്ടിരുന്ന ഒരു രൂപത്തെ കണ്ട് ഭയന്ന് തിരിച്ചോടി. പിന്നാലെ എത്തിയ രാവണനും ഇരുമ്പുലക്കെ ഏന്തി നിൽക്കുന്ന മഹാസ്വരൂപത്തെ കണ്ട് അത്ഭുതപരതന്ത്രനായി. ആ ദിവ്യപുരുഷൻ രാക്ഷസ ചക്രവർത്തിയോടായി പറഞ്ഞു, ഹേ രാക്ഷസ ചക്രവർത്തി, അങ്ങയ്ക്ക് വേണ്ടത് യുദ്ധമാണോ സൽക്കാരമാണോ? മഹാബലിയോടാണോ എന്നോടാണോ ഏറ്റുമുട്ടേണ്ടത്? ദിവ്യപുരുഷൻ്റെ ചോദ്യം കേട്ട് രാവണൻ ഒന്ന് പകച്ചു. വാർന്നുപോയ ധൈര്യം സംഭരിച്ച് ആരാണിവിടെ വാഴുന്നതെന്ന് രാവണൻ ആരാഞ്ഞു. സത്യപാലകനായ മഹാബലിയാണ് അവിടെ വാഴുന്നതെന്നും ഭയമെന്തെന്നറിയാത്ത ആ മഹാപുരുഷനെയാണോ രാവണൻ ബന്ധപ്പെടുവാൻ ആഗ്രഹിക്കുന്നതെന്നും ദിവ്യപുരുഷൻ ചോദിച്ചു. ഇതുകേട്ട രാവണൻ ഉത്തമമായ ആ ഗൃഹത്തിലേക്ക് പ്രവേശിച്ചു. അവിടെ അഗ്നിതുല്യ തേജസ്സോടെ ഇരിക്കുന്ന മഹാബലിയെ കണ്ടു. എന്തുദ്ദേശത്തിലാണ് അവിടെ കടന്നു വന്നതെന്ന് ബലി രാക്ഷസനോട് ചോദിച്ചു. മഹോദയനായ അങ്ങയെ വിഷ്ണു ബന്ധിച്ചു എന്ന് കേട്ടിട്ടുണ്ട്. ആ ബന്ധനം ഞാൻ അഴിച്ചു തരാം. ലങ്കേശ്വരൻ്റെ ഈ വാക്കുകൾ കേട്ട മഹാബലി ചിരിച്ചുപോയി. അദ്ദേഹം പറഞ്ഞു, ഹേ രാവണ, എൻ്റെ മുന്നിൽ നിൽക്കുന്ന ഈ ദിവ്യപുരുഷനെ കീഴ്പ്പെടുത്തുവാൻ ആരാലും കഴിയില്ല. ആ ഉത്തമ പുരുഷനാണ് എന്നെ ബന്ധിച്ചത്. ലോകവിധാതാവും സർവേശ്വരനുമാണവൻ. ആ ഉത്തമനെക്കുറിച്ച് നമ്മൾക്കൊന്നും അറിഞ്ഞുകൂടാ. എണ്ണിയാലൊടുങ്ങാത്ത രാക്ഷസവീരന്മാരെ കീഴടക്കിയവനാണവൻ. സർവഭൂതങ്ങളെയും സൃഷ്ടിക്കുന്നതും സംഹരിക്കുന്നതും അവൻ തന്നെയാണ്. യജ്ഞവും ദാനവും ഹോമവുമായ അവനെ ജയിക്കാൻ ആരെക്കൊണ്ടും കഴിയില്ല. തുടർന്ന് മഹാബലി തൻ്റെ അടുത്ത് കിടന്നിരുന്ന ഒരു ചക്രം കാണിച്ചു കൊടുത്ത്, കയ്യൂക്കുണ്ടെങ്കിൽ ഈ ചക്രമൊന്ന് അനക്കുവാൻ രാവണനോട് ആവശ്യപ്പെട്ടു. കൈലാസം പോലും പിഴുതെടുത്ത രാവണന് ആ ചക്രമൊന്ന് അനക്കുവാൻ പോലും കഴിഞ്ഞില്ല. ഈ ലഭ്യനായി നിന്ന രാവണനോട് ബലി പറഞ്ഞു, രാക്ഷസ ചക്രവർത്തി, എൻ്റെ പൂർവികനായ ഹിരണ്യകശ്യപു ധരിച്ചിരുന്ന ഒരു കർണാഭരണമാണിത്. നിനക്ക് അനക്കുവാൻ പോലും കഴിയാതിരുന്ന ചക്രം ചെവിയിൽ ധരിച്ചിരുന്ന ഹിരണ്യകശിപുവിനെ മഹാവിഷ്ണു മാറുപിളർത്തിയാണ് കൊന്നത്. അങ്ങനെയുള്ള വിഷ്ണുവിനെ തോൽപ്പിക്കുവാൻ നിനക്കെങ്ങനെ കഴിയും? അഹങ്കാരിയായ രാവണൻ ഭഗവാൻ ഹരിയോടും യുദ്ധം ചെയ്യാൻ തുനിഞ്ഞു. പക്ഷേ ബ്രഹ്മാവിൻ്റെ വരദാനത്തെ കരുതി ഭഗവാൻ പെട്ടെന്ന് അപ്രത്യക്ഷമായി. ഗോപുരവാതിലിൽ വിഷ്ണുവിനെ കാണാതെ രാവണൻ ഹതാശനായി. രാവണൻ നേരെ പോയത് മരുത്പദത്തിലേക്കാണ്. മരുത്പദങ്ങളിലൂടെ യാത്ര ചെയ്ത രാവണനെ ചന്ദ്രൻ്റെ ശീതള രശ്മികൾ വിഷമിപ്പിച്ചു. രാവണൻ ഉടനെ ചന്ദ്രനു നേരെ അമ്പുകൾ പൊഴിച്ചു. ചന്ദ്രനെ പീഡിപ്പിക്കാതെ മടങ്ങിപ്പോകാൻ അവിടെ പ്രത്യക്ഷപ്പെട്ട ബ്രഹ്മാവ് രാവണനെ ഉപദേശിച്ചു. അങ്ങനെ ചെയ്താൽ മരണഭയം അകറ്റാനുള്ള ഒരു മന്ത്രം
ഉപദേശിച്ചു തരാമെന്ന് പറയുകയും ചെയ്തു. അങ്ങനെ ബ്രഹ്മാവ് ശിവ അഷ്ടോത്തര ശതനാമ മന്ത്രം രാക്ഷസേശ്വരന് ഉപദേശിച്ചു കൊടുത്തു. മന്ത്രം ലഭിച്ചതിൽ സന്തോഷം പൂണ്ട രാവണൻ ബ്രഹ്മാവിനെ വന്ദിച്ച് മടങ്ങിപ്പോയി. രാവണൻ സൂര്യലോകത്ത് എത്തിച്ചേർന്നു. യുദ്ധസന്നദ്ധനായി താൻ വന്നിരിക്കുന്ന വിവരമറിയിക്കാൻ പ്രഹസ്തനെ ദൂതനായി സൂര്യൻ്റെ അടുത്തേക്ക് അയച്ചു. പിങ്കളൻ, ദണ്ഡി എന്നു പേരുകളുള്ള ദ്വാരപാലകന്മാരെ കണ്ട് വിവരം ധരിപ്പിച്ചു. സൂര്യൻ്റെ തേജസ് കൊണ്ട് പ്രഹസ്തൻ വെന്ത് നീറുവാൻ തുടങ്ങി. ഈ സമയം ദണ്ഡി സൂര്യസമീപത്ത് ചെന്ന് രാക്ഷസ സന്ദേശം എത്തിച്ചു. ആദിത്യനാകട്ടെ അല്പമൊന്ന് ചിന്തിച്ച ശേഷം ദണ്ഡിയോട് പറഞ്ഞു, ദണ്ഡി, നീ രാവണൻ്റെ അടുത്തേക്ക് ചെല്ലൂ. അവനോട് യുദ്ധം ചെയ്ത് ജയിക്കൂ, അല്ലെങ്കിൽ തോറ്റതായി പറയൂ. നിനക്ക് യുക്തമെന്ന് തോന്നുന്നത് പറയാം. എനിക്ക് നിൽക്കുവാൻ ഒട്ടും സമയമില്ല. അതിനകം തന്നെ സൂര്യൻ യാത്ര തുടർന്നു കഴിഞ്ഞിരുന്നു. ദണ്ഡിയാകട്ടെ നേരെ രാവണൻ്റെ അടുക്കൽ ചെന്ന് സൂര്യഭഗവാൻ പറഞ്ഞ കാര്യം അറിയിച്ചു. അത് കേട്ട രാവണൻ താൻ സൂര്യനെ ജയിച്ചതായി ഉദ്ഘോഷിച്ചുകൊണ്ട് തിരിച്ചുപോയി. അടുത്ത ഭാഗം രാവണ മാന്ധാതൃ സമാഗമം. ചന്ദ്രമണ്ഡലത്തിലേക്കായിരുന്നു രാവണൻ്റെ അടുത്ത സന്ദർശനം. പോകും വഴി സ്വർണരഥങ്ങളിൽ കയറി പലരും കടന്നു പോകുന്നത് രാവണൻ കണ്ടു. അതിനിടെ അപ്സരസുന്ദരിമാരോടൊപ്പം ആർത്തുല്ലസിച്ചു പോകുന്ന ഒരുവനെയും മയങ്ങിക്കിടന്നിരുന്ന മറ്റൊരുവനെയും കണ്ട് രാവണൻ ഇവരാരെന്ന് സംശയിച്ചു. വഴിയിൽ കണ്ട പർവ്വത മുനിയോട് ആ വിവരം ചോദിച്ചു. മയങ്ങിക്കിടക്കുന്നവൻ തപസ്സുമൂലം ലോകങ്ങളെ കീഴടക്കി സോമരസം കഴിച്ച് സുഖങ്ങളുടെ ഇരിപ്പിടമായ മുക്തിസ്ഥാനത്തേക്ക് പോകുന്നവനാണെന്ന് മഹർഷി പറഞ്ഞുകൊടുത്തു. മറ്റേയാൾ യുദ്ധത്തിൽ മരിച്ച് വീരസ്വർഗം പ്രാപിച്ചവനാണെന്നും അവനെ ദേവാതിഥിയായി ദേവലോകത്തേക്ക് കൊണ്ടുപോകുന്നതാണെന്നും അറിയിച്ചു. അത്തരത്തിൽ തേരിൽ യാത്ര ചെയ്യുന്ന പലരെയും രാവണൻ കാണുവാൻ കഴിഞ്ഞു. അവരിൽ ആരെങ്കിലും തന്നോട് എതിർക്കുവാൻ കെൽപ്പുള്ളവരുണ്ടോ എന്ന് രാവണൻ മുനിയോട് ചോദിച്ചു. പക്ഷേ സ്വർഗത്തേക്ക് പോകുന്നവരാരും യുദ്ധത്തിന് തയ്യാറാകില്ല എന്നായിരുന്നു മഹർഷിയുടെ മറുപടി. യുദ്ധം ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ മാന്ധാതാവിനെ കണ്ട് വിവരമറിയിച്ചാൽ നിവൃത്തിയുണ്ടാകുമെന്ന് മുനി അറിയിച്ചു. ആ സമയം യദൃച്ഛയാ അതുവഴി വന്ന മാന്ധാതാവിനെ രാവണൻ തടഞ്ഞു നിർത്തി പോരിന് വിളിച്ചു. ബ്രഹ്മവരം ലഭിച്ചിട്ടുള്ള മാന്ധാതാവ് രാവണൻ്റെ വെല്ലുവിളി സ്വീകരിച്ചു. അവർ തമ്മിൽ വിസ്തരിക്കാനാവാത്ത വിധം അത്യുഗ്രമായി യുദ്ധം നടന്നു. ദിവ്യാസ്ത്രങ്ങൾ തെരുതെരയെ പ്രയോഗിച്ചു. രാവണനയച്ച രൗദ്രാസ്ത്രത്തെ ആഗ്നേയാസ്ത്രം കൊണ്ടും ഗന്ധർവാസ്ത്രത്തെ വരുണാസ്ത്രം കൊണ്ടും നിർവീര്യമാക്കി. കോപം മുഴുത്ത രാവണൻ ബ്രഹ്മാസ്ത്രം എടുത്തു തൊടുത്തു. ഒട്ടും അമാന്തിക്കാതെ മാന്ധാതാവ് പാശുപതാസ്ത്രമെടുത്ത് തൊടുത്തുവിട്ടു. ലോകം മുഴുവൻ ഞടുങ്ങി വിറച്ചു. കാറ്റുപോലും ചലിച്ചില്ല. അത് കണ്ട് പുലസ്ത്യൻ ഓടിയെത്തി. 2 കൂട്ടരെയും വിലക്കി മഹർഷിയുടെ സാന്നിധ്യത്തിൽ ഇരുവരും സൗഹൃദത്തോടെ പിരിയുകയും ചെയ്തു. നാളുകളേറെ കടന്നുപോയി. ഒരു ദിവസം രാവണൻ പരിവാരങ്ങളുമായി പശ്ചിമ സമുദ്രത്തിലെ ഒരു ദ്വീപിൽ ചെന്നു. അവിടെ ഇന്ദ്രനെപ്പോലെ ശോഭിക്കുന്ന ഒരു സ്വരൂപത്തെ കണ്ടു. അവന് കൈലാസത്തിന് തുല്യമായ പൊക്കവും അതിബലിഷ്ഠമായ ശരീരവും ഉണ്ടായിരുന്നു. ആരെ കണ്ടാലും യുദ്ധത്തിന് വിളിക്കുന്ന രാവണൻ ആ സത്വത്തിനെയും യുദ്ധത്തിന് ക്ഷണിച്ചു. രാവണൻ്റെ യുദ്ധക്കൊതി അവസാനിപ്പിക്കാൻ ഉറച്ചുകൊണ്ട് ആ മഹാസ്വരൂപം രാവണൻ്റെ അടുത്തേക്ക് വന്നു. അന്തമില്ലാത്ത ആകാശം ശരീരമായും മരുത്തുക്കൾ ശിരസ്സായും അഗ്നി മുഖമായും സൂര്യചന്ദ്രന്മാർ കണ്ണുകളായും ഋതുക്കുകൾ ദംഷ്ട്രങ്ങളായും സരസ്വതീ ദേവി ഖണ്ഡമായും പ്രശോഭിക്കുന്ന ആ സ്വരൂപം രാവണനെ
തൻ്റെ കൈകൾ കൊണ്ട് മെല്ലെ ഒന്നടിച്ചു. അജയ്യനെന്ന് അഹങ്കരിച്ചിരുന്ന രാവണൻ ബോധമറ്റ് നിലത്ത് വീണു. തേജസ്വിയായ ആ മഹാസത്വം പാതാളത്തിലേക്ക് മറയുകയും ചെയ്തു. രാവണനാകട്ടെ മൂർച്ച വിട്ടുണർന്ന ഉടനെ എതിരാളിയെ തേടി ഗുഹയിലൂടെ പാതാളത്തിലെത്തി. അവിടെ അഗ്നിതുല്യനായ ഒരു പുരുഷനെയും അവന് വെഞ്ചാമരം വീശുന്ന ഒരു സുന്ദരി സ്ത്രീയെയും അവൻ കണ്ടു. വിടനായ രാവണൻ ആ സ്ത്രീയെ കടന്നു പിടിച്ചു. അപ്പോൾ ഉണർന്നെണീറ്റ ഭഗവാൻ രാവണനെ നോക്കി പുഞ്ചിരിച്ചു. ആ പുഞ്ചിരിയുടെ പ്രഭയിൽ രാവണൻ ബോധരഹിതനായി നിലം പതിച്ചു വീണു. മൂർച്ച വിട്ടുണർന്ന രാവണനോട്, ബ്രഹ്മവരം ലഭിച്ച നിന്നെ ഞാൻ ഇപ്പോൾ നിഗ്രഹിക്കുന്നില്ല, എന്നാൽ നീ അധികം താമസിയാതെ വധിക്കപ്പെടുമെന്ന് അരുളി ചെയ്തു. പ്രഭോ, ബ്രഹ്മവരത്താൽ അങ്ങൊഴിച്ച് മറ്റാർക്കും എന്നെ നിഗ്രഹിക്കാൻ കഴിയുകയില്ല. അങ്ങെന്നെ വധിച്ചാൽ അതെനിക്ക് യശസ് നേടിത്തരും എന്ന് രാവണൻ പറഞ്ഞു. ഭഗവാന്റെ ശരീരത്തിൽ തന്നെ സൂര്യചന്ദ്രന്മാരെയും മരുത്തുക്കളെയും വേദങ്ങളെയും ആകാശത്തെയും നക്ഷത്രങ്ങളെയും എന്തിനധികം സർവ്വലോകങ്ങളെയും രാവണൻ കണ്ടു. കഥ പറഞ്ഞു നിർത്തിക്കൊണ്ട് സനാതനനും അച്യുതനും ശംഖചക്ര ഗദാധാരിയായ വിഷ്ണുവും ആയ കപില ഭഗവാനായിരുന്നു അത് എന്ന് അഗസ്ത്യമുനി രാമചന്ദ്രനോട് വിശദീകരിച്ചു. അടുത്ത ഭാഗം മധുസഖ്യം. ലങ്കയിലേക്കുള്ള മടക്കയാത്രയ്ക്കിടയിൽ രാവണൻ കണ്ണിൽ കണ്ട സുന്ദരിമാരെയും ബാലികമാരെയും ബലമായി പിടിച്ചുകൊണ്ടുപോയി. ദേവസ്ത്രീകളെന്നോ ഗന്ധർവ സ്ത്രീകളെന്നോ യക്ഷസ്ത്രീകളെന്നോ ഉള്ള ഭേദം അതിനില്ലായിരുന്നു. ആ സുന്ദരികളാകട്ടെ തങ്ങളുടെ ഭാവിയെക്കുറിച്ചോർത്ത് വാവിട്ട് നിലവിളിച്ചു കൊണ്ടിരുന്നു. അവരുടെ ദീർഘനിശ്വാസത്തിൻ്റെ ചൂടേറ്റ് പുഷ്പകം എരിപൊരി കൊണ്ടു. സതീരത്നങ്ങളായ അവർ രാവണനെ ഉള്ളുരുകി ശപിച്ചു. സ്ത്രീകളെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ആ രാക്ഷസൻ സ്ത്രീയാൽ തന്നെ നശിക്കട്ടെ എന്നവർ ശപിച്ചു. നിറകണ്ണുകളോടെയാണ് ലങ്കാനിവാസികൾ രാവണനെ സ്വീകരിച്ചത്. വിധവയായി തീർന്ന ശൂർപ്പണഖയുടെ ദുഃഖം സഹിക്കവയ്യാതെയാണ് രാക്ഷസ സ്ത്രീകൾ നിലവിട്ട് പൊട്ടിക്കരഞ്ഞത്. വിദ്യുജിഹ്വാനെ നിഗ്രഹിച്ചതിൽ കോപം കൊണ്ട ശൂർപ്പണഖ രാവണനോട് പറഞ്ഞു, അങ്ങ് എൻ്റെ ഭർത്താവിനെ കൊന്ന് എന്നെ വിധവയാക്കിയല്ലോ. സഹോദരി ഭർത്താവിനെ യുദ്ധക്കളത്തിൽ സംരക്ഷിക്കേണ്ടവനല്ലേ അങ്ങ്? ആ വാക്കുകൾ രാവണൻ്റെ ഹൃദയത്തിൽ ശരം പോലെ ചെന്നു തറച്ചു. എങ്ങനെയാണ് അവളെ സമാധാനിപ്പിക്കേണ്ടതെന്ന് ആ രാക്ഷസ ചക്രവർത്തിക്ക് അറിഞ്ഞുകൂടായിരുന്നു. അനുജത്തി, നീ ഇനി വെറുതെ കരഞ്ഞിട്ട് കാര്യമില്ല. ജീവിതത്തിൽ ഒരിക്കലും നീ ദുഃഖിക്കാതെ ഞാൻ സംരക്ഷിച്ചു കൊള്ളാം. യുദ്ധകളത്തിൽ ശത്രുവേത് മിത്രമേത് എന്ന് തിരിച്ചറിയാൻ കഴിയാതിരുന്ന സമയത്താണ് നിന്റെ ഭർത്താവ് വധിക്കപ്പെട്ടത്. നമ്മുടെ ചിറ്റമ്മയുടെ മകനും സഹോദരനുമായ ഖരനുമൊത്ത് നീ ദണ്ഡകാരണ്യത്തിൽ പോയി ജീവിക്കുക. നിന്റെ സംരക്ഷണത്തിനായി ദൂഷണനെയും 14,000 രാക്ഷസ ഭടന്മാരെയും ഞാൻ അയച്ചു തരും. ഖരൻ നിന്റെ എല്ലാ ഇഷ്ടങ്ങളും സാധിച്ചു തരികയും ചെയ്യും. അത് ശൂർപ്പണഖയെ സന്തുഷ്ടയാക്കി. രാവണൻ്റെ ഉപദേശമനുസരിച്ച് അവൾ ഖരനോടൊത്ത് ദണ്ഡകാരണ്യത്തിൽ പോയി അവിടെ താമസം തുടങ്ങി. ഒരിക്കൽ നികുംബിലയിലൂടെ യാത്ര ചെയ്ത രാവണൻ മേഘനാഥൻ തീവ്രമായ തപസ്സനുഷ്ഠിക്കുന്നത് കണ്ടു. രാവണൻ തൻ്റെ പ്രിയപ്പെട്ട പുത്രനെ സന്തോഷത്തോടെ കെട്ടിപ്പുണർന്നു. അതിനുശേഷം എന്താണ് മേഘനാഥൻ്റെ ഉദ്ദേശ്യമെന്ന് പറയുവാൻ ആവശ്യപ്പെട്ടു. തീവ്രവ്രതത്തിലിരിക്കുന്ന മേഘനാഥൻ മൗനിയായി തന്നെ തുടർന്നു. വ്രതചര്യകൾ നോക്കി നടത്തിയിരുന്ന ശുക്രാചാര്യനാണ് അതിന് മറുപടി നൽകിയത്. മേഘനാഥൻ ഇതിനോടകം 7 യജ്ഞങ്ങൾ പൂർത്തിയാക്കിയെന്ന് ആചാര്യൻ രാവണനോട് പറഞ്ഞു. വിശിഷ്ടങ്ങളായ വരങ്ങളും ആയുധങ്ങളും മേഘനാഥന് ഇതിനോടകം സമ്പാദിക്കാൻ കഴിഞ്ഞു. സാധാരണക്കാർക്ക് സാധിക്കാത്ത
മഹേശ്വര യജ്ഞം നടത്തി ശ്രീ പരമശിവനെ പ്രത്യക്ഷപ്പെടുത്തി ഒരു ദിവ്യരഥം നേടുകയും ചെയ്തിട്ടുണ്ട്. അമ്പൊടുങ്ങാത്ത 2 ആവനാഴികളും അമേയമായ ഒരസ്ത്രവും വില്ലും പരമേശ്വരൻ അതോടൊപ്പം നൽകി. മായാവിദ്യയും ഇതിനകം കുമാരൻ പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു. താമസി ഉപദേശിച്ച മായാവിദ്യയാൽ ഇരുട്ടുണ്ടാക്കി ദേവന്മാരെ പോലും വിഷമിപ്പിക്കാൻ ഇപ്പോൾ മേഘനാഥന് കഴിയുമെന്നും ശുക്രാചാര്യൻ പറഞ്ഞു. മകനെ അഭിനന്ദിച്ച ശേഷം രാവണൻ അവനെ അരമനയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അന്യ സ്ത്രീകളെ പിടിച്ചുകൊണ്ട് വരുന്നത് ധർമ്മനിരതനായ വിഭീഷണന് തീരെ ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹം അത് രാവണനോട് തുറന്നു പറയുക തന്നെ ചെയ്തു. വംശം മഹിമയ്ക്ക് കളങ്കം ചേർക്കുന്നതാണ് രാവണൻ്റെ പ്രവൃത്തികളെന്ന് സതുദ്ദേശത്തോടെ വിഭീഷണൻ ജ്യേഷ്ഠനെ ഉപദേശിച്ചു. രാവണൻ മറ്റു സ്ത്രീകളെ അന്തഃപുരത്തിലേക്ക് കൊണ്ടുവന്ന് പാർപ്പിക്കുന്നത് പോലെ ലങ്കയിലെ അന്തഃപുരത്തിൽ നിന്ന് സ്വന്തം സഹോദരിയെ അന്യന്മാർ അപഹരിക്കുന്നുവെന്നും വിഭീഷണൻ കൂട്ടിച്ചേർത്തു. ഇത് കേട്ട രാവണൻ കാര്യമെന്തെന്നറിയാതെ പകച്ചു. സ്വതവേ കലങ്ങിയ കണ്ണുകൾ കൂടുതൽ ചുവന്നു. അത് കണ്ടിട്ട് ഭയലേശമേന്യ വിഭീഷണൻ കാര്യം വിശദീകരിച്ചു. മാല്യവാന്റെ ദൗഹിത്രിയും അനലയുടെ പുത്രിയും ആയ കുംഭീനസിയുടെ മധു അപഹരിച്ചു കൊണ്ടുപോയ വിവരം രാവണനെ ഞടുക്കി. പ്രായമായ പെൺകുട്ടികളെ വിവാഹം ചെയ്തയക്കേണ്ട ചുമതല സഹോദരന്മാരുടേതാണ്. നമ്മളത് ചെയ്യാത്തതിനാലാണ് മധു കുംഭീനസിയെ അപഹരിച്ചത്, വിഭീഷണൻ ഓർമ്മപ്പെടുത്തി. അതുകൊണ്ട് തന്നെ അവനെ എതിർത്ത് തോൽപ്പിക്കാൻ തുനിഞ്ഞതുമില്ലെന്ന് വിഭീഷണൻ പറഞ്ഞു. മാത്രമല്ല, അത് രാവണൻ ചെയ്യുന്ന അധർമ്മത്തിൻ്റെ ഫലം കൂടിയാണെന്നും വിഭീഷണൻ കൂട്ടിച്ചേർത്തു. കേട്ട പാതി കേൾക്കാത്ത പാതി രാവണൻ ക്രുദ്ധനായി വാളെടുത്ത് യുദ്ധത്തിന് പുറപ്പെട്ടു. നേരെ മധുപുരത്തെത്തി കുംഭീനസിയെ കണ്ടുപിടിച്ചു. രാവണനെ കണ്ട് പേടിച്ചരണ്ട അവൾ സാഷ്ടാംഗം നമസ്കരിച്ചു. ആവശ്യപ്പെടുന്നതെന്തും ചെയ്തു കൊടുക്കാമെന്ന് അവൾക്ക് വാക്കു കൊടുക്കുകയും ചെയ്തു. ആശ്വാസവാക്കുകൾ പറഞ്ഞ് അവളെ സാന്ത്വനപ്പെടുത്തി. രാവണൻ കരുതിയ തരത്തിലല്ല സംഭവങ്ങൾ നടന്നത്. തൻ്റെ പ്രിയതമൻ മധുവിനെ വിരോധം തോന്നി ആക്രമിക്കരുതെന്ന് അവൾ സഹോദരനോട് അപേക്ഷിച്ചു. അങ്ങനെ സംഭവിച്ചാൽ രാവണ സഹോദരി വിധവയായി പോകുമെന്ന് അവർ ഓർമ്മപ്പെടുത്തി. കൂപ്പുകൈയോടെ സഹോദരി പറഞ്ഞ വാക്കുകൾ രാവണനെ ശാന്തനാക്കി. തുടർന്ന് മധു രാവണനെ യഥോചിതം സ്വീകരിച്ച് സൽക്കരിച്ചു. മധുവിൻ്റെ ആഗ്രഹപ്രകാരം അന്ന് രാത്രി അവിടെ താമസിച്ച ശേഷം അടുത്ത ദിവസം കൈലാസത്തിലേക്ക് പോയി. കൈലാസത്തിലേക്കുള്ള യാത്ര രാവണൻ്റെ പരിവാരങ്ങളെ ക്ഷീണിതരാക്കിയിരുന്നു. അവിടെ എത്തിയ പാടെ അവർ തളർന്നു വീണ് ഉറക്കം തുടങ്ങി. പൂർണ്ണചന്ദ്രൻ ഉദിച്ചു നിൽക്കുന്ന രാത്രി ഉന്മേഷവാനായ രാവണൻ കൈലാസമുടിയുടെ മുകളിൽ പ്രകൃതി ഭംഗി ആവോളം ആസ്വദിച്ചുകൊണ്ട് നിന്നു. ആകെ കൂടി സുന്ദരമായ ഒരന്തരീക്ഷം. വസന്തകാലമായതിനാൽ എവിടെയും പൂക്കൾ നിറഞ്ഞു നിന്നിരുന്നു. അന്തരീക്ഷത്തിൽ പൂക്കളുടെ നറുമണം തങ്ങി നിന്നിരുന്നു. അപ്പോഴാണ് അപ്സരസുന്ദരിയായ രംഭ രാവണൻ്റെ മുമ്പിൽ വന്നുപെട്ടത്. നീലപ്പട്ടുടുത്ത് ദിവ്യമായ പൂക്കൾ അണിഞ്ഞ് കുറിക്കൂട്ടുകൾ ചാർത്തി രതീദേവിയെപ്പോലെ കാണപ്പെട്ട രംഭയുടെ പിന്നാലെ രാവണൻ ചെന്നു. അവളുടെ മുഖം ചന്ദ്രനെ പോലെ പ്രകാശിച്ചു കൊണ്ടിരുന്നു. രാവണൻ്റെ ആഗ്രഹം നിയന്ത്രിക്കാനാവാതെ ആയപ്പോൾ പെട്ടെന്ന് രംഭയുടെ കയ്യിൽ കടന്നു പിടിച്ചു. തന്നോടൊത്ത് സന്തോഷിക്കുവാൻ അവളെ ക്ഷണിച്ചു. ധർമ്മസങ്കടത്തിൽപ്പെട്ട രംഭ താൻ രാവണൻ്റെ പുത്രവധുവാണെന്നും അതുകൊണ്ട് തന്നെ വെറുതെ വിടണമെന്നും അപേക്ഷിച്ചു. രാവണന് അതൊരു പുതിയ അറിവായിരുന്നു. രംഭ അത് കുറച്ചുകൂടി വിശദമാക്കി. വൈശ്രവണപുത്രനായ നളകൂബരനാണ് തൻ്റെ അന്നത്തെ വരൻ എന്ന് രംഭ പറഞ്ഞു. വൈശ്രവണൻ്റെ പുത്രൻ രാവണനും പുത്രസ്ഥാനത്താണല്ലോ. അപ്പോൾ താൻ രാവണൻ്റെ മരുമകളാകുമെന്നും രംഭ ഓർമ്മിപ്പിച്ചു.
നളകൂബരനു വേണ്ടി താൻ അണിഞ്ഞൊരുങ്ങി പുറപ്പെട്ടത് എന്നും രംഭ പറഞ്ഞു. നളകുബേരനെ അല്ലാതെ മറ്റാരെയും ഇന്ന് താൻ ഭർത്താവായി സ്വീകരിക്കില്ലെന്ന് രംഭ വെളിപ്പെടുത്തി. രാവണൻ്റെ ഭ്രാന്തമായ ചേടിലേക്ക് അവയൊന്നും കയറിയില്ല. ഇക്കാര്യത്തിൽ ബന്ധുത്വത്തിന് സ്ഥാനമില്ലെന്ന് രാവണൻ പറഞ്ഞു. പാതിവൃത്യമൊക്കെ സ്ത്രീകൾക്ക് മാത്രം ചേർന്നതാണ്, സ്വർഗസുന്ദരികൾക്ക് അത് ബാധകമല്ലല്ലോ എന്നിങ്ങനെ പറഞ്ഞ് രംഭയെ ബലാത്സംഗം ചെയ്തു. രംഭ പരിദേവനങ്ങളുമായി നളകൂബരൻ്റെ മുന്നിലെത്തി നടന്ന സംഭവങ്ങൾ വിവരിച്ചു. അരുതെന്ന് വിലക്കിയിട്ടും രാവണൻ തന്നെ ബലാത്കാരം ചെയ്തെന്ന് അവൾ പൊട്ടിക്കരഞ്ഞു പറഞ്ഞു. തപശക്തിയിലൂടെ നളകൂബരൻ നടന്നതെന്തെന്ന് ഗ്രഹിച്ചു. കോപിഷ്ഠനായ അവൻ രാവണനെ ഇങ്ങനെ ശപിച്ചു: സ്ത്രീയുടെ സമ്മതമില്ലാതെ കാമപൂർത്തിക്കായി സ്പർശിക്കുവാൻ നിന്റെ തല 7 പൊട്ടിത്തെറിക്കട്ടെ. അതോടെ പരസ്ത്രീകളെ അപമാനിക്കുന്ന സ്വഭാവം രാവണന് ഇല്ലാതാവുകയും ചെയ്തു. ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത ഭാഗമായ സുമാലി വധം അടുത്ത ദിവസം കേൾപ്പിക്കാം. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.